ഹിരോഷിമ നാഗസാക്കി ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഹിരോഷിമ ദിനം ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനം എനോല ഗേ. ഹിരോഷിമയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ പോൾ ടിബറ്റ്സ്. ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ചത് എപ്പോൾ? 1945 ഓഗസ്റ്റ് 6. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരം ഹിരോഷിമ. ഹിരോഷിമ നാഗസാക്കി പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം അമേരിക്ക. ആറ്റം ബോംബിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരെന്ത്? ഹിബാക്കുഷ. ഹിബാക്കുഷ എന്ന ജപ്പാൻ പദത്തിൻ്റെ അർത്ഥം സ്ഫോടന ബാധിത ജനത. ലിറ്റിൽ ബോയുടെ ഭാരം 4400 കിലോഗ്രാം. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം വിരിഞ്ഞ ആദ്യ പൂവ് ഒലിയാൻഡർ. ഹിരോഷിമയിൽ അണുബോംബിട്ട അമേരിക്കയുടെ B-29 യുദ്ധവിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം അയോയ് ബ്രിഡ്ജ്. ഹിരോഷിമയിലുണ്ടായ ബോംബാക്രമണത്തിൽ അണുപ്രസരണമേറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി സഡാക്കോ സസാക്കി. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. അണുബോംബ് ആക്രമണത്തിന് ശേഷം ആദ്യമായി ഹിരോഷിമ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഐക്യരാഷ്ട്ര സംഘടന. ആറ്റം ബോംബ് കണ്ടെത്തിയത് ആര്? റോബർട്ട് ഓപ്പൺഹൈമർ. ലിറ്റിൽ ബോയിൽ ഉപയോഗിച്ച മൂലകം യുറേനിയം 235. ഹിരോഷിമ നാഗസാക്കി അണുബോംബ് സ്ഫോടന സമയത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഹാരി എസ് ട്രൂമാൻ. നാഗസാക്കി ദിനം ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ അമേരിക്ക ബോംബിട്ട വർഷം 1945 ഓഗസ്റ്റ് 9. നാഗസാക്കിയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേര് ഫാറ്റ്മാൻ. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനം ബോക്സ് കാർ. നാഗസാക്കിയിൽ ബോംബിട്ട അമേരിക്കൻ വൈമാനികൻ ആര്? ചാൾസ് സ്വീനി. ഫാറ്റ്മാനിൽ ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം 239. അമേരിക്കയുടെ ഈ അണുബോംബ് പദ്ധതിയുടെ പേര് മൻഹാട്ടൻ പദ്ധതി. ഹിരോഷിമയിൽ അമേരിക്ക അണുബോംബിടുമ്പോൾ ജപ്പാൻ പ്രസിഡന്റ് ഹിഡേക്കി ടോജോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആര്? ഹിരോഹിറ്റോ. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായാണ് അമേരിക്ക ജപ്പാനിൽ അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ. ഏത് യുദ്ധത്തിനിടയിലാണ് അമേരിക്ക ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത്? രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലയളവ് 1939 സെപ്റ്റംബർ 1 മുതൽ 1945 സെപ്റ്റംബർ 2 വരെ. ഹിരോഷിമ ദ്വീപ് കണ്ടെത്തിയത് ആര്? എപ്പോൾ? മോറി ടെറുമോട്ടോ 1589. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് രാജാ രാമണ്ണ. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് ഹോമി ജെ ബാബ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എപ്പോൾ, എവിടെ?
രാജസ്ഥാനിലെ പൊഖ്രാനിൽ 1974. ഇന്ത്യയുടെ ആദ്യ അണുപരീക്ഷണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനത്തിന് ഉപയോഗിച്ച മൂലകം പ്ലൂട്ടോണിയം. ആറ്റം ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫിഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എഡ്വേർഡ് ടെല്ലർ. യുദ്ധവും സമാധാനവും എന്ന കൃതി ആരുടേത്? ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യയുടെ രണ്ടാം അണുപരീക്ഷണം നടന്നത് എപ്പോൾ? 1998 മെയ് 11. ഇന്ത്യയുടെ രണ്ടാം അണുബോംബ് പരീക്ഷണത്തിൻ്റെ പേര് ശക്തി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടർ അപ്സര. അണുബോംബ് നിർമ്മാണത്തിന് വഴിതെളിച്ച ശാസ്ത്ര സമവാക്യം ആരുടേത്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ആണവ ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. സ്വാഭാവിക റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആര്? ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഗീഗർ മുള്ളർ കൗണ്ടർ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഡയറിയിൽ എഴുതി ലോക പ്രശസ്തയായ പെൺകുട്ടി ആൻ ഫ്രാങ്ക്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജപ്പാൻ സൈന്യത്തിൻ്റെ പേര് സെക്കൻഡ് ജനറൽ ആർമി. ജപ്പാനിലെ ക്യുഷു ദ്വീപുകളുടെ തലസ്ഥാന നഗരം നാഗസാക്കി. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണത്തിന് നേതൃത്വം കൊടുത്തത് ആര്? രാജാ രാമണ്ണ. തീർത്ഥാടനത്തിൻ്റെ വർഷങ്ങൾ ആരുടെ ആത്മകഥ? രാജാ രാമണ്ണ. ലോകത്ത് ആദ്യമായി ആണവ പരീക്ഷണം നടന്നതായി പരിഗണിക്കപ്പെടുന്ന സ്ഥലം മെക്സിക്കോയിലെ അലാ മെഗാഡോ മരുഭൂമി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.